ദിവസങ്ങളായി യുക്രൈൻ ഭയന്ന വൻ ദുരന്തം ഒടുവിൽ സംഭവിച്ചു. റഷ്യൻ സൈന്യം ചൊവ്വാഴ്ച പുലർച്ചെ നടത്തിയ കനത്ത വ്യോമാക്രമണത്തിൽ യുക്രൈൻ നഗരങ്ങൾ ഒന്നടങ്കം നടുങ്ങി. യുക്രൈനിലെ ജനവാസ മേഖലകളെയും അടിസ്ഥാന സൗകര്യങ്ങളെയും ലക്ഷ്യമിട്ട് റഷ്യ നടത്തിയ വ്യോമാക്രമണങ്ങളിൽ കൊല്ലപ്പെട്ടവരുടെ എണ്ണം 10 ആദിത്യൻ മുരളി ചേരുന്നുണ്ട് കൂടുതൽ വിശദാംശങ്ങളുമായി. ആദിത്യൻ, ഈ പ്രതീക്ഷിച്ചതുപോലെയല്ല, ലോകരാജ്യങ്ങൾ നടുങ്ങുന്ന സംഭവങ്ങൾ തന്നെയാണ് ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. 2022 ആരംഭിച്ച റഷ്യയുടെ സമ്പൂർണ്ണ അധിനിവേശത്തിന് ശേഷം 4ാം വർഷത്തിലേക്ക് കടക്കുമ്പോഴാണ് ഇപ്പോൾ വീണ്ടും ആ വലിയ ദുരന്തം സംഭവിച്ചിരിക്കുന്നത്. ഇത് ശരിക്കും പുതിയ ആക്രമണം യുദ്ധം കൂടുതൽ രൂക്ഷമാകുന്ന ആശങ്കയ്ക്ക് കൂടുതൽ ഊന്നൽ നൽകുന്നതല്ലേ? തീർച്ചയായിട്ടും അക്ഷയ, ഈ പറഞ്ഞതുപോലെ തന്നെ യുദ്ധം കൂടുതൽ രൂക്ഷമാകുമെന്നുള്ള വ്യക്തമായ ഒരു സൂചന കൂടിയാണ് ഈ ഒരു ആക്രമണത്തിലൂടെ കിട്ടിയിരിക്കുന്നത്. കാരണം ഈ പറഞ്ഞതുപോലെ 4 വർഷം പിന്നിട്ടിരിക്കുന്ന ഈ യുദ്ധം വളരെ പൊടുന്നനെയായിരുന്നു ഇത്തരത്തിലൊരു ആക്രമണം ഉണ്ടായത്. അതായത് ഏതാനും മണിക്കൂറുകൾ മാത്രം ഉക്രൈനിയൻ പ്രസിഡന്റ് വോളോഡിമിർ സെലൻസ്കി ഒരു മുന്നറിയിപ്പ് നൽകിയിരുന്നു. വളരെ പ്രധാനപ്പെട്ട ഒരു ആക്രമണം റഷ്യയുടെ ഭാഗത്തു നിന്നും ഉണ്ടാകും. മോസ്കോ വലിയ തോതിൽ തന്നെ ഒരു ആക്രമണത്തിന് പദ്ധതിയിടുന്നുണ്ട്. രാത്രിയിൽ തന്നെ ഈ ആക്രമണം ഉണ്ടാകുമെന്ന സൂചനയായിരുന്നു വോളോഡിമിർ സെലൻസ്കി ജനങ്ങളോട് നൽകിയത്. അതുകൊണ്ട് വളരെ സുരക്ഷിതമായി ഭാഗങ്ങളിലേക്ക്, അതായത് ഷെൽട്ടർ ഹോമുകളിലേക്കും ബങ്കറുകളിലേക്കും മാറാനുള്ള നിർദ്ദേശമായിരുന്നു നൽകിയത്. അതിന് തൊട്ട് പിന്നാലെയാണ് ഇത്തരത്തിലുള്ള ഒരു വലിയ കനത്ത സീരീസ് ഓഫ് ആക്രമണമെന്ന് പറയാവുന്ന രീതിയിലുള്ള ആക്രമണം ഉണ്ടായിരിക്കുന്നത്. അതും അതിർത്തി കടന്നുകൊണ്ടുള്ള ഡ്രോണുകളും മറ്റു മിസൈലുകളും ഉപയോഗിച്ചുകൊണ്ടായിരുന്നു ഇത്തരത്തിൽ ആക്രമണം നടത്തിയത് എന്നുള്ളതാണ് ശ്രദ്ധേയമായിട്ടുള്ള മറ്റൊരു വിഷയം. അതിൽ എടുത്തു പറയേണ്ടത് 600-ലധികം ഡ്രോണുകളാണ് കീവിനെ ലക്ഷ്യമാക്കി പാഞ്ഞെടുത്തത് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഉക്രൈന്റെ ഏറ്റവും പ്രധാനപ്പെട്ട നഗരങ്ങളെ ഒക്കെ തന്നെ ലക്ഷ്യമിച്ചുകൊണ്ടായിരുന്നു ഈ ആക്രമണം നടന്നിട്ടുണ്ടായിരുന്നത്. അതിൽ വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയം എന്ന് പറയുന്നത് 10ഓളം ആളുകൾ ഇതിനോടകം മരണപ്പെട്ടിരിക്കുന്നു എന്നുള്ളതാണ്. അതിൽ കീവിൽ മാത്രമായി ശക്തമായ ആക്രമണം നടന്നതിൽ 5 പേർ മരണപ്പെട്ടു എന്നാണ് നിലവിൽ മനസ്സിലാക്കാനായി സാധിക്കുന്നത്. ഈ 4 വർഷത്തിലധികമായി തുടരുന്ന റഷ്യ ഉക്രൈൻ യുദ്ധത്തിലെ ഏറ്റവും ശക്തമായ തിരിച്ചടിയിൽ ഒന്നായി ഇതിനെ നമുക്ക് വിശേഷിപ്പിക്കാനായി സാധിക്കും. രാത്രി വൈകിയായിരുന്നു ഈ ഒരു ആക്രമണം ഉണ്ടായത്. നമുക്കറിയാം, കഴിഞ്ഞ ദിവസം വിമാന ഇന്ധനത്തിന്റെ കയറ്റുമതി അടക്കം റഷ്യ നിരോധിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ഉക്രൈന്റെ നിരന്തരമായ പ്രകോപനങ്ങൾ, അതായത് ഒരു കൂട്ടം ഡ്രോണുകൾ അയച്ചുകൊണ്ട് മോസ്കോയെ അലോസരപ്പെടുത്തുന്ന രീതിയിൽ, ആക്രമിക്കുന്ന രീതിയിലുള്ള പ്രകോപനം സെലൻസ്കിയുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നു. അത് വലിയ തോതിൽ തന്നെ റഷ്യയെ അങ്കലാപ്പിലാക്കിയിരുന്നു. അതിന് പിന്നാലെയാണ് അതിശക്തമായ ഒരു മാരകമായ ഒരു ആക്രമണം നടത്തണം എന്നുള്ള ഒരു തീരുമാനത്തിലേക്ക് ഇതിനടക്കം കടന്നിരിക്കുന്നത്. ആ ഒരു ആക്രമണത്തിന്റെ ബാക്കിപത്രം എന്ന രീതിയിലാണ് ഈ മിസൈൽ ഡ്രോൺ ആക്രമണങ്ങളിൽ 10 പേർ കൊല്ലപ്പെട്ടിരിക്കുന്നത്. നിരവധി ആളുകൾക്ക്, 100-നടുത്ത ആളുകൾക്കാണ് പരിക്ക് സംഭവിച്ചിരിക്കുന്നത്. അതിൽ പ്രധാനമായി ആക്രമണം നടന്ന നഗരം എന്ന് പറയുന്ന തലസ്ഥാനമായിട്ടുള്ള കീവും അതുപോലെ തന്നെ ഡിനിപ്രോ എന്ന് പറയുന്ന മേഖലയിലുമാണ് ഏറ്റവും അധികം നാശനഷ്ടം ഉണ്ടായിട്ടുള്ളത്. നേരത്തെ പറഞ്ഞതിൽ ഒരു തിരുത്തുണ്ട്. അതായത് കീവിൽ 4 പേരാണ് കൊല്ലപ്പെട്ടിരിക്കുന്നത്. അതുപോലെ തന്നെ ഡിനിപ്രോയിൽ 6 പേരും കൊല്ലപ്പെട്ടു എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. നേരത്തെ തന്നെ ഈ ഒരു ആക്രമണം നടക്കുമെന്ന സൂചന കിട്ടിയതിന് തൊട്ട് പിന്നാലെ തന്നെ മുന്നറിയിപ്പുകൾ, സൈറണുകളൊക്കെ തന്നെ പല മേഖലകളിലായി മുഴങ്ങുന്നുണ്ടായിരുന്നു. ആ ഒരു ആക്രമണത്തിന്റെ ആഘാതം വലിയ തോതിൽ കുറയ്ക്കാൻ കഴിഞ്ഞിരിക്കുന്നത് ഇത്തരത്തിലൊരു മുന്നറിയിപ്പ് നേരത്തെ നൽകാൻ കഴിഞ്ഞതുകൊണ്ടായിരുന്നു. റഷ്യയുടെ ഭാഗത്തു നിന്നും ചില സൂചനകൾ ഈ ഒരു ആക്രമണത്തിന് തൊട്ട് മുന്നേ നൽകിയിരുന്നു എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. കീവിൽ ഇപ്പോഴും അവശിഷ്ടങ്ങൾക്കിടയിൽ നിരവധി ആളുകൾ കുടുങ്ങിക്കിടക്കുന്നു എന്നുള്ള ഒരു വാർത്ത കൂടി പുറത്തു വരികയാണ്. ഏകദേശം 51ഓളം ആളുകൾ ഇതിനോടകം തന്നെ ആശുപത്രിയിൽ പ്രവേശിപ്പിക്കപ്പെട്ടിട്ടുണ്ട്. അവരുടെ ആരോഗ്യനില വളരെ ഗുരുതരമായി തന്നെ തുടരുന്നു എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. കീവ് നഗരത്തിന്റെ പല മേഖലകളിലായിട്ടാണ് ഈ ആക്രമണ ശബ്ദം ഉയർന്നു കേട്ടത്. അതിൽ എടുത്തു പറയേണ്ടത്, ഒരൊറ്റ രാത്രി കൊണ്ട് 650-ലധികം 700-നടുത്ത് ഡ്രോണുകളും ഏകദേശം 70ഓളം മിസൈലുകളുമാണ് റഷ്യ പ്രയോഗിച്ചതെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതിൽ ഏകദേശം 642 ഡ്രോണുകൾ വ്യോമപ്രതിരോധ സംവിധാനം ഉപയോഗിച്ചുകൊണ്ട് ഉക്രൈന് തടയാനായി സാധിച്ചിട്ടുണ്ടായിരുന്നു. മറ്റുള്ളവ വന്ന് പതിച്ചതാണ് ഇത്രയും ഗുരുതരമായ ഒരു ആക്രമണം ഏറെ രൂക്ഷമാക്കിയിരിക്കുന്നതും ഏറ്റവും ഭയപ്പെടുത്തിയിരിക്കുന്നതെന്നുമാണ് നിലവിൽ മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇതിനു മുൻപ് ഏതൊക്കെ തരത്തിൽ ഉക്രൈൻ ആക്രമണം നടത്തിയിട്ടുണ്ടോ ആ ആക്രമണങ്ങൾക്കൊക്കെ ഉള്ള ഒരു ബാക്കിപത്രം എന്ന രീതിയിൽ, ആകെ തുക എന്ന രീതിയിലൊക്കെ തന്നെയായിരുന്നു ഈ ആക്രമണം നടത്തിയത്. അത്തരത്തിലൊരു കനത്ത ആക്രമണം എന്ന രീതിയിൽ ഇതിനെ നമുക്ക് നോക്കിക്കാണാനായി സാധിക്കും. ഈ 4 വർഷത്തിനിടയിൽ റഷ്യ നടത്തിയിട്ടുള്ള ഏറ്റവും വലിയൊരു ആക്രമണം എന്ന രീതിയിൽ ഇതിനെ വിശേഷിപ്പിക്കുന്നതും ഈ ഒരു രീതി കൊണ്ട് തന്നെയാണ്. അതായത് 2022 ഫെബ്രുവരിയിൽ ആരംഭിച്ച ഈ ഒരു യുദ്ധത്തിൽ പല രീതിയിൽ മുന്നോട്ട് കയറിക്കൊണ്ടിരിക്കുന്ന റഷ്യയെ സംബന്ധിച്ച് ഏറ്റവും കുറഞ്ഞ ഒരു ആഘാതം സൃഷ്ടിക്കുന്ന വർഷങ്ങളിലൂടെ ആയിരുന്നു ഈ കഴിഞ്ഞ 2 വർഷം കടന്നുപോയിക്കൊണ്ടിരുന്നതെങ്കിലും ഇനി ഇത് ഇങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകാൻ തയ്യാറല്ല എന്നുള്ളൊരു സൂചന കൂടി തന്നെയാണ് ഇതിലൂടെ നിലവിൽ നൽകിക്കൊണ്ടിരിക്കുന്നത്. എന്തായിരുന്നാലും 100-ലധികം ആളുകൾ ഡിനിപ്രോ എന്ന മേഖലയിൽ, നഗരമേഖലയിൽ പരിക്കേറ്റവരായി ഉണ്ടെന്നുള്ള റിപ്പോർട്ട് ഈ നിമിഷം ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണ്. അത്തരത്തിൽ പരിക്കേറ്റ ആളുകളുടെ എണ്ണം ഉയർന്നുകൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും ആശങ്കയുണ്ടാക്കുന്ന മറ്റൊരു വസ്തുത. മിസൈൽ ശബ്ദങ്ങൾ പല മേഖലകളിലുമായി ഉയർന്നു കേട്ടുകൊണ്ടിരിക്കുകയാണ്. അതുപോലെ തന്നെ മേഖലയിലെ മേയർ അടക്കം നിലവിൽ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചിരിക്കുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായിരിക്കുന്നത്. പലയിടത്തും തീപിടുത്തം ഉണ്ടാവുകയും അതുപോലെ
9 നില കെട്ടിടമടക്കം പല മേഖലകളിലും താറുമാറായതും ഇടിഞ്ഞു വീഴുന്നതുമായിട്ടുള്ള കാഴ്ചകൾ അത് നിരവധി ആളുകളെ ഭയപ്പെടുത്തിയിരുന്നു. അതുപോലെ നിരവധി ആളുകൾ ഇതിനുള്ളിൽ കുടുങ്ങിയ ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ഷെൽട്ടർ ഹോമുകളും മറ്റുമൊക്കെ തന്നെ തുറന്നിട്ടുണ്ട്. അതുപോലെ സ്കൂളുകൾക്കും മറ്റ് സ്ഥാപനങ്ങൾക്കും ഒക്കെ തന്നെ നിലവിൽ അടിയന്തരമായ അവധി പ്രഖ്യാപിച്ച ഒരു സാഹചര്യം കൂടി ഉണ്ടായിരിക്കുകയാണ്. ഈ രാത്രികാലത്തുണ്ടായിരിക്കുന്ന ഈ ഒരു ശക്തമായ ശത്രുവിന്റെ ആക്രമണം അതിനെ വളരെ ഭയത്തോടു കൂടി തന്നെയാണ് ജനങ്ങൾ നോക്കിക്കാണുന്നതെന്നാണ് നിലവിൽ മനസ്സിലാക്കാനായി സാധിക്കുന്നത്. എന്തായിരുന്നാലും ഈ ഒരു ആക്രമണം ആദ്യത്തിനാണ് വിശദാംശങ്ങൾ നൽകിയത്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.